ദിലീപാണ് മുഖ്യ ശത്രുവെന്ന് കോടതിയിൽ നൽകിയ മൊഴിയിൽ അതിജീവിത. സിനിമയിലോ പുറത്തോ മറ്റ് ശത്രുക്കളില്ല. ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം സിനിമാ രംഗത്തെ എല്ലാവർക്കും അറിയാമായിരുന്നു. മഞ്ജു വാര്യരോട് മാറ്റിപ്പറഞ്ഞില്ലെങ്കിൽ സിനിമാഭിനയം നിർത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ദിലീപിനെതിരായ കുറ്റം തെളിയിക്കാൻ അതിജീവിതയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ വിധിന്യായം. സൈബർ ആക്രമണത്തിൽ പരാതിയുമായി അതിജീവിത. മാർട്ടിൻ പ്രചരിപ്പിച്ച വീഡിയോ നീക്കണമെന്നാവശ്യം. പോലീസ് ഉടൻ കേസെടുക്കും. തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ. സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടായേക്കും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി മുസ്ലിം ലീഗ്. മുന്നണി വികസനം അജണ്ടയിൽ ഇല്ലെന്ന് ആവർത്തിച്ച് PJ ജോസഫ്. ഭരണത്തോടുള്ള അസംതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് കത്തോലിക്ക കോൺഗ്രസ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റു. നിയമനം ഗവർണർ സർക്കാർ അനുരഞ്ജനത്തിനൊടുവിൽ. പഴയ കാര്യങ്ങൾ ചികഞ്ഞെടുക്കേണ്ടത് സിസ. ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ. നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചികഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? OTA KTA എന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. DGPക്ക് നൽകിയ പരാതി ADGPക്ക് കൈമാറി. കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യ സന്ദർശനം തുടരുന്നു. വിവിധ മേഖലകളിൽ പരസ്പരം സഹകരിക്കാൻ ധാരണ. പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മോദി ഇനി ഒമാനിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപാണ് മുഖ്യ ശത്രുവെന്ന് കോടതിയിൽ നൽകിയ മൊഴിയിൽ അതിജീവിത. തനിക്ക് സിനിമയ്ക്കകത്തോ പുറത്തോ മറ്റു ശത്രുക്കളില്ല. കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞത് താനാണെന്ന് ദിലീപ് സംശയിച്ചു. മഞ്ജുവിനോട് ഇക്കാര്യം മാറ്റിപ്പറഞ്ഞില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും മൊഴിയിൽ പറയുന്നുണ്ട്. കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത്. 2017 ജൂൺ മാസം 6-ാം തീയതിയാണ് നടി കോടതിയിൽ മൊഴി നൽകുന്നത്. അവർ ഈ സമയത്ത് കോടതി തന്നെ പറയുന്നുണ്ട്, വളരെ അവശയായ മാനസികമായും ശാരീരികമായും വളരെ മോശം ഒരവസ്ഥയിലായിരുന്നു. ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാഘാതം അവരെ കാര്യമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് വളരെ സമയമെടുത്താണ് ഈ മൊഴിയടക്കം ഇവർ നൽകിയത് എന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ട്. ഇവർ പറയുന്നത് താനും ദിലീപുമായി 6-7 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഒപ്പം സിനിമയിലെ തൻ്റെ ഇപ്പോഴത്തെ ഏക ശത്രു ദിലീപാണ്. വ്യക്തിപരമായും സിനിമാ ലോകത്തും തനിക്ക് മറ്റു ശത്രുക്കൾ ആരുമില്ല എന്നിവർ മൊഴി നൽകുന്നുണ്ട്. അതായത് കൃത്യമായി തന്നെ ഇക്കാര്യം ദിലീപാണ് തന്നെ ഈ പറഞ്ഞ കൊട്ടേഷൻ്റെ പിന്നിലുള്ള ആൾ എന്ന് ബോധ്യപ്പെടുത്തക്ക വിധമാണ് ഈ മൊഴി എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അവിടെ പ്രോസിക്യൂഷൻ വളരെ പ്രധാനമായും ഇവരുടെ മൊഴി കണ്ടിരുന്നതാനും PW1 ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1 ആയി ആണ് ഇവരെ കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതും. ഇത് അതിനുശേഷം ദിലീപിന് ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദിലീപാണ് ഇതിന് പിന്നിൽ എന്നുള്ള സംശയം തനിക്കുണ്ടായിരുന്നു. ഇക്കാര്യം തൻ്റെ സഹോദരനോട് താൻ സൂചിപ്പിച്ചിരുന്നു എന്നും നടി മൊഴിയായി നൽകിയിട്ടുണ്ട്. ദിലീപിൻ്റെ ഒരു വിശ്വാസം, തൻ്റെ വിവാഹ ജീവിതം തകർത്തത് ഞാനാണ് എന്നുള്ള വിശ്വാസം ദിലീപിൽ രൂഢമൂലമായിരുന്നു. അത്തരത്തിലുള്ള ചില പ്രവർത്തികൾ പിന്നീട് ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്കറിയാമായിരുന്നു എന്നും ഈ നടി മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തനിക്ക് മാത്രമല്ല സിനിമാ ലോകത്തെ എല്ലാവർക്കും ഒരുപാട് ആളുകൾക്കെല്ലാം ഈ ദിലീപും കാവ്യവുമായുള്ള ബന്ധം ആദ്യം മുതലേ അറിയാമായിരുന്നു എന്നുള്ളതാണ്. 2010 ഒരു അമേരിക്കൻ സ്റ്റേജ് ഷോയിൽ വെച്ചാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം. താൻ ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തനിക്കൊപ്പം നാദിർ ഷാ, റിമി ടോമി, ഒപ്പം ദിലീപ്, കാവ്യ, ഭാമ, ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ ഷോയുടെ ഭാഗമായി 30 ദിവസത്തെ ഷോ ആയിരുന്നു. ഈ ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. അന്നാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരാഴം മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇവർ മുറികളിൽ ഒരുമിച്ച് കഴിയാറുണ്ടായിരുന്നു. തങ്ങളുടെ മുറിയിലേക്ക് ഇവർ രണ്ടുപേരും വരുമ്പോൾ റിമി ടോമിയും താനും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഇവർ രണ്ടുപേരും ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്ന കാഴ്ചയൊക്കെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് കോടതിയിൽ മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷമാണ് മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം തൻ്റെ വീട്ടിലേക്ക് വരികയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില
ചില ക്ലാരിറ്റി തരണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. അത് ആദ്യം ഒന്ന് പറയാൻ വിസമ്മതിച്ചു. പിന്നീട് തൻ്റെ പിതാവ് നിർബന്ധിച്ചതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത് എന്നും നടി പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് മുൻപ് തന്നെ ഈ കാവ്യ മാധവൻ അയച്ച മെസ്സേജുകൾ മഞ്ജു വാര്യർ ദിലീപിൻ്റെ പഴയ ഫോണിലുള്ള മെസ്സേജുകൾ തന്നെ കാണിക്കുകയും മറ്റു ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് ഈ വിഷയത്തിൽ നടി മൊഴിയായി നൽകിയിരുന്നത്. പിന്നീട് 2012 യൂറോപ്പിൽ ഒരു ദിലീപ് ഷോയ്ക്ക് പോയപ്പോഴാണ് ദിലീപ് ഇക്കാര്യത്തെക്കുറിച്ച് തന്നോട് ചോദിക്കുന്നത് എന്നതും നടി മൊഴിയായി നൽകിയിട്ടുണ്ട്. അതായത് ഒരു ബസ് യാത്രയിലാണ് ഈ വിഷയം ദിലീപ് ചോദിക്കുകയും മഞ്ജുവിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞോ എന്ന കാര്യം ചോദിക്കുകയും ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ പറയാൻ മടിച്ചുവെങ്കിലും പിന്നീട് മഞ്ജു വാര്യർ വന്ന് നിർബന്ധിച്ചത് കൊണ്ടാണെന്നും ഈ മെസ്സേജ് അടക്കമുള്ള കാണിച്ചപ്പോൾ തനിക്ക് പറയേണ്ടി വന്നൊരു സാഹചര്യം ഒരുങ്ങുകയായിരുന്നു എന്നുമാണ് നടി ദിലീപിനോട് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ദിലീപ് പറഞ്ഞത്, അതായത് നമുക്ക് 1-2 സിനിമകൾ ഒരുമിച്ച് ചെയ്യാം, അപ്പോൾ മഞ്ജുവിന് നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്നൊരു ധാരണ വരുമല്ലോ, അതിനുശേഷം ഇക്കാര്യങ്ങളൊന്ന് മാറ്റി പറഞ്ഞാൽ മതി, പ്രശ്നമുണ്ടാവില്ല എന്ന് പറഞ്ഞു. നമുക്ക് സുഹൃത്തുക്കളായി തുടരാം, ഇന്ത്യയിൽ വന്നതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം എന്നെ വിളിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പിന്നീട് താൻ തൻ്റെ കാര്യങ്ങളൊന്നും മാറ്റി പറയാൻ തയ്യാറായില്ലാത്തത് ദിലീപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീടാണ് അമ്മയുടെ 2013 റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നടൻ സിദ്ദിഖ്, ഭാമ എന്നിവർ ഇക്കാര്യം തന്നോട് ചോദിക്കുകയും സിദ്ദിഖ് പറഞ്ഞത് ദിലീപ് ഈ വിഷയത്തിൽ വലിയ അസംതൃപ്തനാണ്, വലിയ ടെൻഷനിലാണ്, അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയാനും തിരുത്തി പറയാനും ഒക്കെ തയ്യാറാകണമെന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടു എന്ന് നടി മൊഴിയായി നൽകുന്നുണ്ട്. അതിനുശേഷം താൻ ഒരുപാട് സിനിമകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും താൻ കരാർ വെച്ച പടങ്ങളിൽ പോലും തനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത പശ്ചാത്തലം ഒരുങ്ങി വരികയൊക്കെ ചെയ്തു. ബെന്നി പി നായരമ്പലം വിളിച്ചിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട കാര്യവും മൊഴിയിലുണ്ട്. ശ്യാമപ്രസാദിൻ്റെ സിനിമ അരികെ ഇവിടെ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ധാരാളം ശത്രുക്കളുണ്ട്, ഈ ശത്രുക്കളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാര്യം പറയുന്നു. ഇതിനിടയിൽ 2015 ഡെക്കാൻ ക്രോണിക്കിളിൽ ഇവർ നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിലെ സൂപ്പർ താരം തൻ്റെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആ സൂപ്പർ താരം ദിലീപാണ് എന്നുകൂടി മൊഴിയായി കോടതിയിൽ ഇവർ നൽകുകയുണ്ടായി. പിന്നീടാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ക്രോസ്, രാമൻപിള്ളയുടെ ക്രോസ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് രാമൻപിള്ള ആദ്യം ചോദിച്ചത്. അതായത് ഈ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് അറിയാമായിരുന്നോ എന്നാണ്. അതായത് പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് എന്തറിയാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് മനോരമ ഓൺലൈനിൽ വന്ന ഒരു അഭിമുഖത്തിൽ നിന്നുമാണ് പൾസർ സുനി ദിലീപിന് ജയിലിൽ നിന്ന് കത്തയച്ചു എന്ന വിവരം തനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നു. ആ കത്തിൻ്റെയൊക്കെ പിന്നീടുള്ള വഴികൾ നമുക്കറിയാം. അത് പൂർണ്ണമായും ആ കത്ത് ഇല്ലാതാകുന്ന, അതായത് കോടതി തള്ളുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. കാരണം അത് ബിബിൻ എന്ന സഹതടവുകാരൻ, ഈ കത്തെഴുതിയ ബിബിൻ എന്ന സഹതടവുകാരൻ പോലീസ് നിർബന്ധിച്ചാണ് ഈ കത്ത് എഴുതിച്ചതെന്നൊക്കെ പിന്നീട് മൊഴി നൽകി. ഇത് വലിയ ട്വിസ്റ്റൊക്കെ ആയതാണ്. ഒപ്പം മറ്റൊരു സെക്യൂരിറ്റി, സിനിമാ ലോകത്തെ മറ്റൊരു സെക്യൂരിറ്റി പറഞ്ഞ അനുസരിച്ചാണ് പൾസർ സുനിയുമായി ദിലീപ് മിക്കവാറും സെറ്റിൽ വരാറുണ്ട് എന്ന കാര്യം താൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അതൊരു ഹിയർസേ അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവി മാത്രമാണ്, നേരിട്ട് ബോധ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് പ്രതിഭാഗം അഭിഭാഷകൻ ശ്രമിച്ചത്. അത് മറ്റൊരു കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത്, എന്തുകൊണ്ട് ദിലീപ് തന്നോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചതും ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് 161 അനുസരിച്ച് മൊഴിയായി നൽകിയില്ല, അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയില്ല. ഇത് കോടതിയിൽ മാത്രം പറയാൻ കാരണം എന്താണ് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. മൊഴി കൃത്യമായി തന്നെ അക്കാര്യത്തിലും ഒരു മറുപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. മറ്റൊന്ന്, 2013, 2014, 2016 മറ്റും നൽകിയ മറ്റ് നിരവധി അഭിമുഖങ്ങളിൽ സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണമായത് തനിക്ക് കൃത്യമായി നല്ല സിനിമ കിട്ടാത്തതുകൊണ്ടാണെന്നും നല്ല കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണെന്നും ഈ നടി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ദിലീപുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദിലീപ് ആണ് തന്നെ മാറ്റി നിർത്തത് എന്ന വാദത്തിൻ്റെ മുനയൊടിക്കുന്ന ഒന്നാണ് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചു. മറ്റൊന്ന്, ഹണീബി, ആദം എന്നീ 2 സിനിമകൾ ആ സമയത്ത് അവർ ചെയ്തിരുന്നു. ഈ 2 സിനിമയുടെയും നിർമ്മാതാക്കൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ദിലീപ് സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ സിനിമയിൽ അഭിനയിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്ന മറുപടിയാണ് ഇത്തരത്തിൽ നടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ നടി നൽകിയ മൊഴിയെ ക്രോസ് ചെയ്ത് ചില കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ പ്രതിഭാഗം അഭിഭാഷകൻ വിജയിച്ചു. അതാണ് ദിലീപിന് കോടതി കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാറിയത്. നടിയെ ആക്രമിച്ച കേസിലെ വിവാദമായ ഒന്നായിരുന്നു വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടക്കുന്നതെന്ന് തെളിയിക്കാൻ ദിലീപ് തന്നെയായിരുന്നു ദിലീപിനെ പൂട്ടണം എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഗ്രൂപ്പിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് പങ്കുവച്ച ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ വിസ്തരിച്ചില്ലെന്നും കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു.
ദിലീപിനെ പൂട്ടണം എന്ന പേരിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ, അതായത് ദിലീപ് അറസ്റ്റിലായ ഘട്ടത്തിലൊക്കെ അങ്ങേയറ്റം പ്രചരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നതാണ്. അതായത് ഷോൺ ജോർജിനാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. അത് ഷോൺ ജോർജ് PW 182-നും അതുപോലെ അനൂപിന്, അതായത് ദിലീപിന്റെ സഹോദരൻ അനൂപിന് ഫോർവേഡ് ചെയ്തതായി പറയുന്നുണ്ട്. ഈ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നുമാണ് ഫോറൻസിക് സംഘം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം അന്വേഷണ സംഘം ഷോൺ ജോർജിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരുന്നു. മാത്രമല്ല ഷോൺ ജോർജിന്റെ ഈ ഫോൺ ഷോൺ ജോർജ് ഈ ഫോൺ സറണ്ടർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിക്കാത്തത് എന്നാണ് കോടതിയുടെ ചോദ്യം. അങ്ങനെയാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ദിലീപ് ഇരവാദം ഉന്നയിക്കുന്നു എന്നായിരുന്നു ആ സമയത്ത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ്, അതായത് പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയ ആളുകളെയൊക്കെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ, സന്ധ്യ IPS, TB മിനി, അതുപോലെ ആലപ്പി അഷ്റഫ്, ആഷി കപൂർ, പ്രമോദ് രാമൻ, നികേഷ് കുമാർ തുടങ്ങിയ ആളുകളൊക്കെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ വ്യാജ ID ഉണ്ടാക്കിയാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായ ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിമുഖത കാണിച്ചത് എന്നാണ് കോടതിയുടെ ചോദ്യം. അതേസമയം പ്രോസിക്യൂഷൻ ഈ ഷോൺ ജോർജിനെ വിസ്തരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച വാദം പൊളിയുമായിരുന്നു. അങ്ങനെ ഒരു ആരോപണമാണ്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസിനെ മാറ്റി നിർത്തിയത് എന്നൊരു സാഹചര്യത്തിലേക്കും അങ്ങനെയുള്ള വിമർശനത്തിലേക്കും ആരോപണത്തിലേക്കും ഈ ഒരു നീക്കം നീങ്ങുന്നുണ്ട്. എന്തായാലും ജഡ്ജിന്റെ ചോദ്യം അങ്ങേയറ്റം റെലവൻ്റായും അങ്ങേയറ്റം പ്രാധാന്യത്തോടെയും തുടർന്നുകൊണ്ട് എന്തുകൊണ്ട് ഷോൺ ജോർജിനെ വിചാരണ ചെയ്തില്ല അല്ലെങ്കിൽ വിസ്തരിച്ചില്ല എന്നൊരു ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രമോദ് രാമൻ പോലീസിന് നൽകിയ മൊഴിയിലും കോടതിയിൽ നൽകിയ മൊഴിയിലും പോലീസ് തന്നോട് പറഞ്ഞിരുന്നു ഷോൺ ജോർജ് ആണ് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തത്, ഷോൺ ജോർജിന് ഫോർവേഡ് ചെയ്ത് കിട്ടിയ മെസ്സേജാണ്, സ്ക്രീൻഷോട്ട് ആണ് എന്നുള്ള കാര്യം പോലീസിനോട് ഷോൺ ജോർജ് പറഞ്ഞിരുന്നതായി പോലീസിന് നൽകിയിരുന്ന മൊഴിയിലും പ്രമോദ് രാമൻ, അതുപോലെ കോടതിയിലും പ്രമോദ് രാമൻ ഇത് വിസ്താര സമയത്ത് പറഞ്ഞിരുന്ന ഒരു സാഹചര്യം കൂടി. അങ്ങനെ വളരെ കൃത്യമായി ഷോൺ ജോർജിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു. അതല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ഷോൺ ജോർജ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ വിസ്തരിക്കാതിരുന്നത് എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അതിൽ പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് 2017 ദിലീപ് അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ ദിലീപിനെ പൂട്ടണമെന്ന് പറയുന്ന ടൈറ്റിലോട് ഉണ്ടാക്കിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ദിലീപ് ഇരവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നീക്കം ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദിലീപ് പൊതുജനങ്ങളെയും കോടതിയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു അന്ന് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നതും. അതിൽ കൂടി വ്യക്തതയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ തെളിവ് സഹിതം പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഈ വിധി പ്രസ്താവത്തിലൂടെ കോടതി പറഞ്ഞു വെക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ് സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടമായിരുന്നു. എന്നാൽ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതും മുഖ്യപ്രതി പൾസർ സുനിക്ക് ശിക്ഷ കുറഞ്ഞു പോയെന്ന വിലയിരുത്തലും തിരിച്ചടിയാകുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് അതിജീവിതയെ ക്ഷണിച്ചതിലൂടെ ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകുകയാണ് സർക്കാർ. വിധിക്കെതിരെ വൈകാതെ അപ്പീൽ ഫയൽ ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ 2017 ആരോപണ വിധേയനാകുമ്പോൾ മലയാള സിനിമയിലെ സർവശക്തനായിരുന്നു ദിലീപ്. മലയാള സിനിമാ വ്യവസായത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനിയായിരുന്ന അത്തരമൊരാൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അത് വെറും ആരോപണമായി തന്നെ തീരുമോ, അറസ്റ്റിലേക്ക് പോകുമെന്ന കാര്യം വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആശങ്കപ്പെട്ടവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ദിലീപ് എന്ന മലയാള സിനിമയിലെ സർവശക്തനെതിരെ അന്ന് നടപടിയെടുക്കുകയും അയാളെ ഏതാണ്ട് 3 മാസത്തോളം ജയിലിലടയ്ക്കാനും സർക്കാർ തയ്യാറായത് വലിയ രാഷ്ട്രീയ നേട്ടമായി, പിണറായി സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടമായി അത് കൊട്ടിഘോഷിക്കപ്പെട്ടു. അതിന്റെ ഒരു ഗുണം രാഷ്ട്രീയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായും ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായും ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ കേസിന്റെ വിധി വരുമ്പോൾ ദിലീപ് കുറ്റവിമുക്തനാവുകയും ദിലീപിന്റെ പേരിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്തപ്പോൾ പ്രോസിക്യൂഷൻ പ്രതിരോധത്തിലായി. അത് സർക്കാരിനും അത് നാണക്കേട് അല്ലെങ്കിൽ സർക്കാരിനും തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പ്രധാന പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ദിലീപ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായ ഒരു കുറ്റാരോപിതൻ വെറുതെ വിടുമ്പോൾ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രോസിക്യൂഷന്റെ പരാജയങ്ങളടക്കം ഉയർന്നു വരികയും ചെയ്തു. അതുകൊണ്ടാണ് എല്ലാ പരിമിതികളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വീഴ്ചകളും പരിഹരിച്ചുകൊണ്ടുള്ള
ഒരു അന്വേഷണം അല്ലെങ്കിൽ വീണ്ടും ഒരു അപ്പീൽ പോകാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. അത് നേരത്തെ തന്നെ ഈ വിധി വന്നപ്പോൾ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ അപ്പീൽ പോകും, ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നവരെ ഇരയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു സന്ദേശം സർക്കാർ നൽകുകയും ചെയ്തു. അതിനെ കൂടുതൽ ബലം നൽകുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പോലും അതിജീവിതയെ വിളിച്ചത്. അതിജീവിതയെ ഇരയെ ചേർത്ത് നിർത്തുന്നതാണ് സർക്കാർ നിലപാടെന്ന് ഉള്ള പ്രഖ്യാപനമായത് മാറി. അതിനുശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഇരയെ ക്ഷണിച്ച് അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകി. മാനസികമായി വളരെ സമ്മർദ്ദത്തിലായ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവരെ ചേർത്ത് നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഇതിൽ സർക്കാർ ചെയ്യാൻ പോകുന്ന നിയമപരമായ നീക്കങ്ങളെല്ലാം അവരോട് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നതായും അവരെ അറിയിച്ചു. അതും ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ഇനിയുള്ള പ്രശ്നങ്ങളിലും ഇരയ്ക്കൊപ്പം ഉണ്ടാകും. ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ആരായാലും അവർക്കെതിരെ സർക്കാരിന്റെ നിയമ നടപടികൾ ഉണ്ടാകും. അന്വേഷണ സംവിധാനങ്ങൾ അവർക്കെതിരെ എപ്പോഴും ജാഗ്രതയോടെ ഉണ്ടാകുമെന്നൊരു സന്ദേശം സംസ്ഥാനത്തെ സ്ത്രീ സമൂഹത്തിലൂടെ നൽകുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരം ഒരു തിരിച്ചടിയായി വിധി മാറുമോ എന്ന ആശങ്കയിൽ നിന്നുകൂടി ഉണ്ടായ സർക്കാരിന്റെ ഒരു നീക്കമായി വേണം വിലയിരുത്താൻ. സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ പോലീസിൽ പരാതി നൽകി അതിജീവിത. കേസിലെ പ്രതിയായ മാർട്ടിനാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിൽ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് വീഡിയോയിൽ മാർട്ടിൻ പറയുന്നുണ്ട്. അതിജീവിതയുടെ പരാതിയിൽ പോലീസ് ഉടൻ തന്നെ കേസെടുക്കും. ദിലീപിനെതിരായ കേസിൽ കള്ളപ്രചാരണം നടന്നുവെന്ന് രാഹുൽ ഈശ്വർ. ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുള്ള ചിത്രം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ചിത്രം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയായിരുന്നു. സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ അധിക്ഷേപം നടന്നിട്ടും ഒരു കേസും എടുത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പീഡന ആരോപണം നിലനിൽക്കുമോ എന്ന് കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ. ഞാൻ പറഞ്ഞതല്ലേ കോടതികൾ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 ഈ വ്യാജ ബലാത്സംഗ പരാതി കേസിൽ, ബാക്കി പരാതി കേസിലല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ. ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. ശ്രീ പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പായിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? സർക്കാരും ഗവർണറും പിടിവാശി അവസാനിപ്പിച്ചതോടെ KTUVC-യായി ചുമതലയേറ്റ് സിസ തോമസ്. ഗവർണർ നിർദ്ദേശിച്ച സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും സർക്കാർ മുന്നോട്ട് വെച്ച സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായും സർക്കാർ മുന്നോട്ട് വെച്ച സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും നിയമിച്ചതോടെ സമവായം ഉണ്ടാവുകയായി. വലിയ തർക്കങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കും ഒടുവിലാണ് 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സർക്കാരും ഗവർണറും കൈകോർത്തത്. 2 പക്ഷത്തിനും നഷ്ടമുണ്ടാകും. അതായത് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ 2 പേരുടെയും അധികാരം നഷ്ടപ്പെടും. അത് സുപ്രീം കോടതിയുടെ അധീനതയിൽ വരുമെന്ന ആശങ്ക ശക്തമായതോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒത്തുതീർപ്പിന് വഴങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ഗവർണറെ ക്ഷണിക്കാൻ ലോക്ഭവനിലെത്തിയപ്പോഴായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച നടന്നത്. സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ സിസ തോമസിനെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC ആക്കാനുള്ള തീരുമാനത്തിൽ യോജിക്കണമെന്ന് ഗവർണറും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. 2 പക്ഷത്തു നിന്നും താല്പര്യമില്ലാത്ത VC-മാരാണ് ഈ സർവകലാശാലകളിലേക്ക് വരേണ്ടതെങ്കിലും 2 പേരും ഒരു ഒത്തുതീർപ്പിന് വഴങ്ങുകയായിരുന്നു. അങ്ങനെ ടെക്നിക്കൽ സർവകലാശാലയുടെ APJ അബ്ദുൽ കലാം, സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ സിസ തോമസിന്റെ പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായ VC-യെ നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിക്കുകയായിരുന്നു. അതിന് വഴങ്ങുകയായിരുന്നു ഗവർണറുടെ ലോക്ഭവന്റെ തീരുമാനത്തിന്. അതേപോലെ തന്നെ സജി
ഗോപിനാഥ് ഗവർണർക്കും ലോക്ഭവനും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനല്ല, താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥനാണ്, അക്കാഡമിഷ്യനാണ്. അദ്ദേഹത്തെ നിയമിക്കാൻ ഗവർണറും വഴങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയും അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി വലിയൊരു പ്രതിസന്ധി ഭരണപരമായും അക്കാദമികമായും രണ്ട് പ്രധാനപ്പെട്ട സർവകലാശാലയിൽ നിലനിന്ന പ്രതിസന്ധിക്കാണ് അയവ് വരുന്നത്. വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ ഈ ടെക്നിക്കൽ സർവകലാശാലയിലേക്ക്, സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസ തോമസ് വരുമ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പ്രതിഷേധിച്ച അതേ ജീവനക്കാരുടെ സംഘടനകൾ അവരെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. സിസ തോമസ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞതാണ്. വിദ്യാർത്ഥികളുടെ നന്മയെ കരുതിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും, സർക്കാരുമായി ചേർന്നു പോകാനാകുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. പഴയ കാര്യം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ നമ്മൾ. പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അതോടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്താം. ഡീറ്റർ സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ സജി ഗോപിനാഥും വൈകാതെ ചുമതലയേൽക്കും. അദ്ദേഹം തിരുവനന്തപുരത്ത് 2 ദിവസത്തിനുള്ളിൽ എത്തി ചുമതല ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും സർക്കാരും ഗവർണറുമായി ദീർഘനാൾ നീണ്ടുനിന്ന തർക്കം, നിയമ പോരാട്ടം, അതിനൊക്കെയാണ് ഒരു പര്യവസാനമുണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി അന്വേഷണ സംഘം ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെട്ട സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വ്യവസായിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് വിവരം. 2 ദിവസം മുമ്പാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയത്. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, അദ്ദേഹത്തോട് ഒരു പ്രധാനപ്പെട്ട വ്യവസായിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവച്ചത് എന്നാണ്. പക്ഷേ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്ന് പരസ്യമായി പ്രതികരിക്കാൻ തനിക്ക് കഴിയില്ല എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അതീവ രഹസ്യമായി ഈ വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത് രാജ്യാന്തര ഈ ക്ഷേത്ര കള്ളക്കടത്ത് സംഘവുമായി ഈ തട്ടിപ്പ് സംഘത്തിന്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ തട്ടിപ്പ് സംഘത്തിന് ബന്ധമുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട മൊഴി. ഏതാണ്ട് 500 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടാണ്, തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ നടന്നിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി ഈ വ്യവസായിയും SITക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഈ മൊഴിക്കപ്പുറമുള്ള ആ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി SITയുടെ പരിഗണനയിൽ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ പരിശോധന SPS ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിശദമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 19-ന് വിധി പറയും. ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. രേഖകൾ കൈമാറുന്നതിലെ എതിർപ്പ് SIT രേഖാമൂലം അറിയിച്ചു. EDക്ക് രേഖകൾ കൈമാറിയാൽ SIT അന്വേഷണത്തെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് അന്വേഷണമെന്നും EDയുടെ വാദം. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. DGPക്ക് നൽകിയ പരാതി ADGPക്ക് കൈമാറി. എന്നാൽ കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് വിവരം. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണത്തിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്ന് കാണിച്ചുകൊണ്ടാണ് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഒരു പരാതി പോലീസിന് നൽകിയിരിക്കുന്നത്. ആ പരാതിയാണ് സംസ്ഥാന പോലീസ് മേധാവി ADGPക്ക് കൈമാറിയിരിക്കുന്നത്. പക്ഷേ അതിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്, അതായത് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ പരാതിയിൽ കേസെടുക്കുന്ന തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കമാണ് ഉണ്ടായത് എന്നാണ് ഈ പരാതിയിലെ പരാമർശം. അതിനെ പിന്തുണച്ചുകൊണ്ട്
രാജു എബ്രഹാമും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അതേസമയം അതൊരിക്കലും അത്തരമൊരു നടപടിയല്ല. അതിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ ആ ട്യൂൺ മാത്രം അങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ഒരു അയ്യപ്പ ഭക്തഗാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ട്യൂൺ ആ പാരഡി ഗാനത്തിന് ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് വിമർശനാത്മകമായി ചെയ്ത ഒരു പാരഡി ഗാനമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുന്ന ഒന്നുമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ പാട്ട് എഴുതിയവരും അത് പാടിയവരുമൊക്കെ. അതേസമയം ഈ പരാതി ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ ഒരു നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. അതിനുശേഷമായിരിക്കും ഇതിൽ കേസ് എടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പോറ്റിയെ കേറ്റിയെ പാട്ടിൽ CPM-ന് എന്താണ് നൊന്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. കടകംപള്ളിക്കെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പാരഡി ഗാനത്തിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്ന് EP ജയരാജൻ. പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. പോലീസിൽ പരാതി പോയിട്ടുണ്ടെന്നും ബാക്കി പോലീസ് തീരുമാനിക്കട്ടെ എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. വെള്ളാപ്പള്ളി കാരണം വോട്ട് കുറഞ്ഞെന്ന പ്രചാരണം ദുരുദ്ദേശപരമാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഒരാൾ SNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. അതിൻ്റെ ഒന്ന് പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. തിരുവനന്തപുരം മേയറെ തീരുമാനിക്കാനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ. ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വത്തെ കാണും. മറ്റന്നാൾ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമാകും തീരുമാനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ശ്രീലേഖ, സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. ചില സർപ്രൈസ് പേരുകൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുമെന്ന സൂചനകളും ഉണ്ട്. RSSന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ജില്ലാ കോർ കമ്മിറ്റി അടക്കം ചേരുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞ ശേഷമാകും മേയർ തീരുമാനം. കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി മുസ്ലിം ലീഗ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാലും മുന്നണി സംവിധാനത്തിൽ ചില മര്യാദകളുണ്ടെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ന്യൂസ് 18നോട് പറഞ്ഞു. പദവിക്കായി മുസ്ലിം ലീഗ് ഔദ്യോഗികമായി തന്നെ അവകാശവാദം ഉന്നയിക്കാനാണ് തീരുമാനം. മേയർ സ്ഥാനത്തേക്ക് VK മിനിമോളുടെയും ദീപ്തി മേരി വർഗീസിന്റെയും പേരാണ് പരിഗണനയിൽ. തർക്കമുണ്ടായാൽ മേയർ സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാനും ആലോചനയുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംബന്ധിച്ചാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ കൊച്ചി കോർപ്പറേഷനിൽ UDF-ന് മികച്ച നേട്ടമുണ്ടായി. അതിൽ 47 സീറ്റുകൾ ആകെ നേടിയിൽ 43 സീറ്റുകളും കോൺഗ്രസിന് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരാൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും എത്താൻ തന്നെയുള്ള ഒരു സാഹചര്യവും ചർച്ചകളുമാണ് ഇപ്പോൾ തുടരുന്നത്. അതിനിടയിലാണ് മുസ്ലിം ലീഗ് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലീഗ് ഔദ്യോഗികമായി തന്നെ ഈ സ്ഥാനം ആവശ്യപ്പെടും. പ്രത്യേകിച്ച് മുന്നണി മര്യാദകൾ എന്ന ഒരു കാര്യമുണ്ട്. അക്കാര്യങ്ങളിൽ നിലനിന്നുകൊണ്ടായിരിക്കും ചർച്ചകൾ നടത്തുക എന്നത് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇപ്പോൾ തർക്കങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു മുന്നണി എന്ന സംവിധാനത്തിൽ പാലിക്കപ്പെടേണ്ട ചില വസ്തുതകളുണ്ട്. അതിൽ ഒരാൾക്ക് എത്ര സീറ്റ് തങ്ങൾക്ക് സ്വന്തമാക്കി എന്നതിലൂടെ അതിൻ്റെ ഒരു മര്യാദകൾ ലംഘിച്ചുകൂടാ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് ആ രീതിയിൽ തന്നെ നൽകേണ്ടത് ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. UDF-ൽ ഇക്കാര്യം ഔദ്യോഗികമായി ഉന്നയിക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ലീഗ് 3 സീറ്റുകളാണ് ലീഗിന് ഉള്ളത്. ലീഗ് 1 സീറ്റ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക്, അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് അടക്കമുള്ള ഒരു അവകാശവാദങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിൽ ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും ഈ രീതിയിൽ തന്നെ കോൺഗ്രസിനകത്ത് ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അഡ്വക്കേറ്റ് VK മിനിമോളും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസുമാണ് പ്രധാനമായും ഇതിൽ പരിഗണിക്കപ്പെടുന്ന 2 പേരുകൾ. ഈ 2 പേരുകളിലേക്ക് ഇപ്പോൾ ചർച്ചകൾ കൂടുതൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇതിൽ VK മിനിമോൾ കഴിഞ്ഞ 3 ടേമുകളായിട്ട് കൗൺസിലറാണ്, പരിചയസമ്പന്നയാണ്. അതുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുമായുള്ള ഒരു അടുപ്പവും അവർ അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കൗൺസിലടക്കം വലിയ രീതിയിൽ മികച്ച രീതിയിൽ അവർ
പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു സാധ്യതകളെല്ലാം തന്നെ VK മിനിമോൾക്ക് കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജാതി സമവാക്യങ്ങൾ കൂടി പാലിക്കണം എന്നൊരു ആവശ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ലത്തീൻ സമുദായവും ഇത്തരമൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് സൂചന. ഒപ്പം രണ്ടാം പേരുകാരിയായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസും ഈ പേരുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ടേം നിശ്ചയിച്ചുകൊണ്ട് 2.5 വർഷം വീതമുള്ള ഒരു ടേം നിശ്ചയിച്ചുകൊണ്ട് ഈ ഒരു ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവും കോൺഗ്രസിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടും ഇതാണ് സ്ഥിതി എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ടേംസിലേക്കും എല്ലാം തന്നെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ജോസ് കെ മാണിക്ക് മറുപടിയില്ലെന്ന് PJ ജോസഫ്. UDF വികസനം അജണ്ടയിൽ ഇല്ല. അടിത്തറ നഷ്ടപ്പെട്ടവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ആവശ്യവുമില്ല. ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുക മാത്രമാണ് UDFന്റെ ലക്ഷ്യം. മുന്നണി വികസനം ആദ്യം ചർച്ച ചെയ്യേണ്ടത് UDFിലാണ്. ഇതുവരെ അത്തരമൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ജോസ് കെ മാണിയുടെ പരാമർശങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും PJ ജോസഫ്. അടിത്തറ വികസിപ്പിക്കുക, അടിത്തറ അത് മുന്നണിയിലുണ്ട്. അടിത്തറ വികസിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഇല്ലില്ല, ഘടക ജനകീയ അടിത്തറ അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അതിന് മുന്നണി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് അത് ജനങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും എനിക്ക് മറുപടിയില്ല. അതെ, ഇല്ല, അത് പരാമർശം അർഹിക്കുന്നേയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ LDFനെതിരെ ആഞ്ഞടിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ഭരണത്തോടുള്ള അസംതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. ഫലം LDFനുള്ള രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അസംതൃപ്തിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് മധ്യ കേരളത്തിലെ ഫലമെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചു. പത്തനംതിട്ടയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരോട്ട്. പത്തനംതിട്ട നഗരസഭയിലെ 24-ാം വാർഡിൽ മത്സരിച്ച സോണി എന്ന് വിളിക്കുന്ന PS എബ്രഹാമിനാണ് ഈ ഒരോട്ട് കിട്ടിയത്. ഈ വോട്ട് ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കുകയാണ് സോണി ഇപ്പോൾ. സ്വന്തം വോട്ട് മറ്റൊരു വാർഡിൽ ആയതിനാലാണ് തനിക്ക് വോട്ട് ചെയ്ത വ്യക്തിയെ ഇദ്ദേഹം അന്വേഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നഗരസഭയിൽ നിന്നും ചുരുളിക്കോട് വാർഡിൽ നിന്നും മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി നമ്മൾക്കുണ്ട്. അദ്ദേഹത്തിന് ഒരു വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എന്തായാലും സോണിയാണ്, പത്തനംതിട്ടയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. സോണി ഇപ്പോൾ നമ്മുടെ പുഞ്ചേരിയാണ്. സോണി, ഈ ഒരു വോട്ട് എങ്ങനെ ലഭിച്ചു? ആരാണ് ചെയ്തെന്നറിയാമോ? ഒരു വോട്ട് ചെയ്ത വ്യക്തിയെ തപ്പിക്കൊണ്ടുള്ള ഒരു നമ്മൾ ഈ ദൃശ്യം സിനിമ കാണുന്ന ആ ഒരു അനുഭവം പോലെ ഈ ഇലക്ഷൻ തുടങ്ങി അന്നോട്ടുള്ള ഇന്ന് ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ് ആരാണ് അതിന് സാധ്യത ഉള്ള ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രചരണമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ നടത്തിയിരുന്നു പ്രചരണമൊക്കെ. ഞാൻ തുടക്കത്തിലൊക്കെ എൻ്റെ പ്രചരണം 1-2 പേരോട് ചോദിച്ചപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ച് അവരുമായിട്ട് ഇടപെട്ട് കൂടുതൽ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണ് മികച്ച പ്രചരണം എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ നാട്ടിൽ വരുത്താൻ പറ്റുന്ന വികസനങ്ങളെ കുറിച്ചൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയാണ് പ്രചരണം. മൊത്തത്തിലൊരു 10-15,000 രൂപയുടെ ബഡ്ജറ്റ് നമ്മൾ അതിനിട്ടുള്ളൂ. ആദ്യത്തിൽ തന്നെ ഒരു 10-12 ബോർഡും കാര്യങ്ങളും പിന്നെ കുറച്ച് നമ്മൾ സ്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളൂ. അവസാന നിമിഷം ഈ നമ്മുടെ ഈ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഈ സ്ലിപ്പ് എഴുതി കൊടുക്കുമല്ലോ, അതുപോലും വേണ്ടെന്ന് വെച്ചാൽ. കാരണം അതുപോലൊരു തരംഗം വേണ്ടെന്ന് എനിക്ക് തോന്നി ആ സമയത്ത്. ഇത് നമുക്ക് അനുകൂലമായ ഒരു 100-300 വോട്ട് കിട്ടുന്ന ഒരു തരംഗം. പിന്നെ ഒരു വെറുതെ എന്തിനാ അതോട് കൊടുക്കുന്നത്? അപ്പോൾ ഒരു ദിവസം എല്ലാവരെയും ഒന്ന് കൈ കാണിച്ചങ്ങ് പോയി, അങ്ങനെയൊക്കെ പോയി. അവസാനം റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ഒരു വോട്ടെന്നുള്ള ആ ഒരു ഭീകരമായ അനുഭവം വന്ന് പതിച്ചത്. അത് ഈ ബന്ധുക്കളുടെയൊക്കെ വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ ബന്ധുക്കളുടെ വോട്ട് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥികൾ വീട് തോറും ബന്ധുക്കളെ പോലും വിടാതെ ഭീകരമായ രീതിയിൽ വീട് തോറ് കയറി ക്യാമ്പയിൻ നടത്തി. പുള്ളി ചുമ്മാ നിൽക്കുന്നതായിരിക്കും, ഇലക്ഷന് ഒരു സീരിയസ്നെസ് ഇല്ലാതെ നിന്നതാണ് എന്നുള്ള സ്വാധീനം അവരെ ചെലുത്തി കാണും. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല. ഈ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ചിഹ്നത്തിലാണെന്നല്ലോ മൊബൈൽ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. വ്യക്തിപരമായി അറിയാവുന്ന കടയിൽ വരുന്ന സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു 10-15 ആൾക്കാർ ആ ഭാഗങ്ങളിലുണ്ട്. എന്നെ പിന്താങ്ങിയ വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്.
പക്ഷേ പുള്ളിയും ഉറപ്പ് പറയുന്നില്ല. അത് ഞാൻ പറയത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്, ആർക്കാണ് വോട്ട് ചെയ്തത് വിവരം. അപ്പം എനിക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല ആരാ വോട്ട് ചെയ്തതെന്നുള്ള വിവരം. അതാണ് സോണി വലിയ ആശയക്കുഴപ്പത്തിലാണ്. ആരാണ് സോണിക്ക് ഒരു വോട്ട് ചെയ്തതെന്നുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ സോണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വോട്ട് സോണിക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഏത് വ്യക്തിയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. പത്തനംതിട്ടയിൽ കാലുവാരി പരാമർശം നടത്തിയ മുൻ MLA KC രാജഗോപാലിനോട് CPM വിശദീകരണം തേടും. ആക്ഷേപം പരിശോധിക്കാൻ പ്രത്യേക കമ്മീഷനെയും വയ്ക്കും. നാളെയും മറ്റന്നാളും പത്തനംതിട്ടയിൽ CPM നേതൃയോഗങ്ങൾ ചേരും. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് 8ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ കാലുവാരി തോൽപ്പിക്കാൻ ഏരിയ സെക്രട്ടറിയും സംഘവും ശ്രമിച്ചെന്നാണ് KC രാജഗോപാലിന്റെ ആരോപണം. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി സ്റ്റാലിനെതിരെയായിരുന്നു ആരോപണം വന്നത്. CPM DC ബ്രാഞ്ച് അംഗവും ഏരിയ കമ്മിറ്റിയിൽ ക്ഷണിതാവുമാണ് മുൻ MLA കൂടിയായ KC രാജഗോപാൽ. പാനൂർ പാറാട് വടിവാൾ ആക്രമണത്തിൽ CPM പ്രവർത്തകരായ 5 പേർ കൂടി പിടിയിലായി. മൈസൂരിൽ നിന്നാണ് പ്രതികളെ പിടിച്ചത്. ശരത്, ശ്രീജി, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നിവരാണ് പിടിയിലായത്. പിണറായി വെണ്ടുട്ടായിലെ സ്ഫോടനം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പടക്കം പൊട്ടിയത് കാരണമാണെന്ന് EP ജയരാജൻ. ചരടുകൊണ്ട് കെട്ടിയ പടക്കമാണ് അപകടമുണ്ടാക്കിയത്. പാറാട് വടിവാൾ ആക്രമണം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും EP പറഞ്ഞു. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തിട്ടുണ്ടെന്നും EP ജയരാജൻ. വെണ്ടുട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല. അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി, ആ ചരട് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും ആക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM പ്രതികാരം തീർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രവർത്തകരെ ക്രിമിനലുകൾക്ക് വിട്ടു നൽകില്ല. പിണറായിയിൽ ബോംബ് പൊട്ടിയത് മുഖ്യമന്ത്രിക്ക് അപമാനമാണ്. ബോംബ് പടക്കം ആക്കിയ നടപടി നാണക്കേടാണെന്നും VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതാണ്. ശ്രീകുമാറിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി കൊണ്ടുപോയ സമയത്ത്, സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു എന്നതാണല്ലോ. മഞ്ജുഷ, സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുകയും തിരികെ കൊണ്ടുവരികയും ചെയ്ത സമയങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമെന്ന് ആദ്യം തന്നെ അന്വേഷണ സൂചന നൽകിയത്. അതിനിടയിലായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ ശ്രീകുമാറിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അവിടെ എത്തി ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ താനാണ് എന്ന കാര്യം. അതിന് പിന്നാലെയാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി SIT ഇപ്പോൾ ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അറസ്റ്റ് കൂടി നടന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നവാസിൽ നിന്നുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. നവംബർ 6-ാം തീയതി പുലർച്ചെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ വനിതാ പോലീസുകാരിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. പോലീസുകാരി കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ചവറ പോലീസ് കേസെടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ 2ാം പ്രതി ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. 20-ന് ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കും. പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീ വയ്ക്കാൻ ശ്രമം. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലാണ് ഈ സംഭവം.
3 അംഗ സംഘം ബോട്ടിലിൽ പെട്രോൾ ആവശ്യപ്പെടുകയും ബോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ ജീവനക്കാരനോട് പ്രകോപിതനാവുകയും ആയിരുന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ക്യാനിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വയനാട് കണിയാമ്പറ്റയിൽ ഇറങ്ങിയ കടുവ കാട് കയറിയതായി സംശയം. പടിക്കം വയൽ, ചിക്കല്ലൂർ പ്രദേശങ്ങളിൽ ഇറങ്ങിയ കടുവയെ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കളക്ടർ മേഘശ്രീ അടക്കമുള്ളവർ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി വയനാടൻ ജനതയെ ഭീതിയിലാഴ്ത്തിയ കടുവയെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചീക്കല്ലൂർ പുളിക്കൽ വയൽ എന്ന സ്ഥലത്ത് ഈ കടുവയെ കണ്ടിരുന്നു. രാത്രി 8 മണി വരെ ഈ കടുവ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കടുവയെ തുരത്തുന്നതിന് വേണ്ടി തന്നെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കടുവയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും കടുവ തൊട്ടടുത്തുള്ള എരനല്ലൂർ എന്ന് പറയുന്ന ജനവാസ കേന്ദ്രത്തിലേക്കാണ് കയറിയത്. അവിടെ രാത്രി തിരഞ്ഞെങ്കിലും കടുവയെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാവിലെ ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടത്തിയെങ്കിലും ഇതുവരെ കടുവയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു, കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കുക അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കുക എന്നുള്ളത്. പക്ഷേ കടുവ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ്. ഇതിനിടയിൽ എരനല്ലൂർ എന്ന് പറയുന്ന ഭാഗത്ത് റോഡ് ക്രോസ് ചെയ്ത് കടുവയുടെ കാൽപാദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു പുഴ വക്കത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പുഴയിലൂടെ അല്ലെങ്കിൽ പുഴയ്ക്കരികിലൂടെയാണ് കാട്ടിലേക്ക് വനംവകുപ്പ് ഈ കടുവയെ കയറ്റിവിടാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഇതുവരെ കടുവയെ കണ്ടിട്ടില്ല എന്നുള്ളത് അവിടെ ഭീതി വരുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഈ കടുവയുടെ ഒരു സാന്നിധ്യം 3 ദിവസമായി കാണപ്പെട്ടത്. എന്തായാലും ജനങ്ങൾ ഭീതിയിലാണ്. ഇപ്പോഴും ഉദ്യോഗസ്ഥരും കളക്ടർ അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തുണ്ട്. കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി കടുവ പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമറ ട്രാപ്പും സർവൈലൻസ് ക്യാമറയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ ഇൻഡയറക്റ്റ് സൈൻസ്, അതായത് പഗ് മാർക്സും അതെല്ലാം തന്നെ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. അതിനായിട്ടുള്ള സർവ്വസജ്ജമായിട്ടുള്ള ഡോക്ടറും ടീമും നമ്മുടെ കൂടെ ഉണ്ട്. കൂടാതെ നമ്മളിവിടെ കൂടും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കൂടെന്ന് പറയുന്നത് ലാസ്റ്റ് പരിഗണനയാണ്. പ്രഥമ പരിഗണന മയക്കുവെടി വെക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഒരുപക്ഷെ കടുവ കാട്ടിലേക്ക് കയറിയോ എന്നുള്ള ഒരു സംശയം പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വ്യക്തത വരണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും കടുവയ്ക്കുള്ള ഈ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണോ കടുവ അതോ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താനുള്ള ഒരു ശ്രമത്തിലാണ്. കുറച്ച് ടൈം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് കടുവ കയറിയിട്ടുണ്ടാകും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്. എന്തായാലും എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഉണ്ട്. കുങ്കിയാനകളും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒന്നുകിൽ കടുവയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായി കിട്ടുകയാണെങ്കിൽ അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇനി കാട്ടിലേക്ക് കയറിപ്പോയി അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഭീതി പടർത്തുന്ന കടുവ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി കടുവ കയറിയതിനു ശേഷം ഇടുക്കിയിൽ കാട് കയറാൻ കൂട്ടാക്കാതെ പടയപ്പ. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആന ഇറങ്ങുന്നത് പതിവാവുകയാണ്. പകൽ സമയങ്ങളിൽ പോലും പടയപ്പ പാതയോരങ്ങളിൽ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മാട്ടുപ്പെട്ടി കുറ്റിയാർവാലി മേഖലയിലാണ് പടയപ്പ സ്വൈരവിഹാരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാന പാതയോട് ചേർന്നുള്ള പ്രദേശത്ത് മണിക്കൂറുകളോളമാണ് ആന തമ്പടിച്ചത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പടയപ്പ ആക്രമണ സ്വഭാവം കാണിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. വഴിയോരക്കടകൾ തകർത്ത് ഭക്ഷണം എടുക്കുന്നതിനു പുറമെ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താറുണ്ട്. പകൽ സമയത്ത് റോഡരികിൽ നിലയുറപ്പിക്കുന്ന ആനയുടെ ചിത്രങ്ങൾ പകർത്താൻ സഞ്ചാരികൾ ശ്രമിക്കുന്നത് കൂടുതൽ അപകടത്തിനിടയാക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ RRT സംഘം തുരത്തുമെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. പടയപ്പയെ കൂടാതെ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തുകളും കൂട്ടമായി കുറ്റിയാർവാലി മേഖലയിൽ ഇറങ്ങിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സിഡ്നി ബോണ്ടി ബീച്ച് വെടിവെപ്പിൽ അന്വേഷണം ഇന്ത്യയിലേക്കും. അക്രമികളിൽ ഒരാൾ ഹൈദരാബാദ് സ്വദേശിയെന്ന് സ്ഥിരീകരണം. ISISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭീകരാക്രമണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്.
3 പതിറ്റാണ്ട് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ സാജിദ് അക്രമാണ് ബോണ്ടി കൂട്ടക്കൊല നടത്തിയതിന് പിന്നിലെ മുഖ്യ കണ്ണി. 50-കാരനായ ഇയാൾ ഹൈദരാബാദ് സ്വദേശിയാണ്. 1998 തൊഴിൽ തേടി ഓസ്ട്രേലിയയിൽ എത്തിയ സാജിദ കേവലം 6 തവണ മാത്രമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. കൊമേഴ്സിൽ ബിരുദം പൂർത്തിയാക്കിയ ഇയാൾ ഓസ്ട്രേലിയയിൽ വെച്ച ഒരു യൂറോപ്യൻ വനിതയെ വിവാഹം കഴിച്ചു. മകനും മകളും ഓസ്ട്രേലിയൻ പൗരന്മാരാണ്. സിഡ്നി പോലീസ് തുടർ അന്വേഷണത്തിന് ഇന്ത്യൻ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ സാജിദിനെക്കുറിച്ച് ഹൈദരാബാദിലെ കുടുംബത്തിന് അധികം അറിവൊന്നുമില്ല. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം ഇയാൾ പിതാവ് മരിച്ചിട്ട് പോലും ഇന്ത്യയിൽ എത്തിയിരുന്നില്ല. സാജിദ് അക്രത്തിന്റെ കയ്യിൽ ലൈസൻസുള്ള 5 തോക്കുകൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇയാളും മകൻ നവീദ് അക്രമും ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങളിൽ ഉത്തേജിതരായാണ് ആക്രമണം നടത്തിയതെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കുന്നത്. അക്രമികളുടെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാകകളും ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകളും ഇതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നവംബർ 1 ഇവർ ഫിലിപ്പീൻസിൽ എത്തിയിരുന്നു. സാജിദ് തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഈ യാത്രയ്ക്കായി ഉപയോഗിച്ചത്. നവംബർ 28 സാജിദും നവീദും തിരിച്ചെത്തി. ആക്രമണത്തിനുള്ള ആയുധ പരിശീലനം നേടാനാണ് ഇവർ ഫിലിപ്പീൻസിൽ എത്തിയത് എന്നാണ് സൂചന. സാജിദ് അക്രം ബൗണ്ടി ബീച്ച് ആക്രമണത്തിന് പിന്നാലെ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരുന്നു. മകൻ നവീദ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ കൂടുതൽ തുമ്പ് ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യ സന്ദർശനം തുടരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, ഡിജിറ്റൽ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നീ മേഖലകളിൽ പരസ്പരം സഹകരിക്കാൻ 2 രാഷ്ട്രങ്ങളും ധാരണയായി. പ്രധാനമന്ത്രി എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്ന് അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനായി ഒമാനിലേക്ക് യാത്ര തിരിക്കും. അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, എന്തൊക്കെയാണ് എത്യോപ്യ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ? മഞ്ജുഷ്, വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ എത്യോപ്യ വിമാനത്താവളത്തിൽ ലഭിച്ചത്. അവിടെയുള്ള പ്രധാനമന്ത്രി നേരിട്ടെത്തി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയായിരുന്നു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ തന്നെ കൈമാറി. ഇന്ന് അദ്ദേഹം അവിടെയുള്ള സംയുക്ത പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, എത്യോപ്യയുടെ തനതായിട്ടുള്ള കലകൾ, അവിടെയുള്ള ഭക്ഷണ രീതികൾ, ഇതെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതെല്ലാം അദ്ദേഹം ഇന്ന് രാവിലെ കാണുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടുത്തെ പാർലമെന്റിന്റെ സംയുക്ത സെക്ഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചത് ഈ എത്യോപ്യയിൽ നിൽക്കുമ്പോൾ തനിക്ക് തൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഗുജറാത്തിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ്. കാരണം എത്യോപ്യ എന്നത് സിംഹങ്ങളുടെ രാജ്യമാണ്, ഗുജറാത്ത് എന്നതും സിംഹങ്ങളുടെ ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഗുജറാത്തിൽ നിൽക്കുന്ന അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, തനിക്ക് ലഭിച്ച ഗ്രേറ്റ് ഓണർ ഓഫ് നിഷാൻ അത് എല്ലാ ഇന്ത്യക്കാരുടെയും ഭാഗമായി കൂപ്പുകൈയോടെയാണ് താൻ ഇന്നലെ സ്വീകരിച്ചത്. അത് 140 കോടി ഇന്ത്യക്കാർക്കായി താൻ സംഭാവന ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ എത്യോപ്യയുമായി വിവിധ തരത്തിലുള്ള കരാറുകളിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. പ്രധാനമായിട്ട് 3 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. അതിൽ ഏറ്റവും പ്രധാനം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് എത്യോപ്യയുടെ പൊതുകടങ്ങൾ അത് പുനഃക്രമീകരിക്കുന്നതിനായി G20 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സബ്മിഷനായിട്ടാണ് അത് ഇന്ത്യ നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു പ്രധാനപ്പെട്ട ഒരു ധാരണാപത്രത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചു. അതുമാത്രമല്ല, ഈ വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖല, പിന്നെ സഹകരണം, എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളും ചർച്ചയായതായിട്ടാണ് വിവരം. അദ്ദേഹം പാർലമെന്റിൽ എടുത്തു സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ കമ്പനികൾ മൊത്തം $5 ബില്യൺ നിക്ഷേപമാണ് എത്യോപ്യയിൽ നടത്തിയിട്ടുള്ളത്. 75,000-ലധികം തൊഴിലവസരങ്ങൾ അത് എത്യോപ്യയിൽ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഇന്ത്യയുമായി വളരെ അടുത്ത സഹകരണമാണ് എത്യോപ്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ 2011 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യയിൽ സന്ദർശനം നടത്തുന്നത്. നരേന്ദ്രമോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനം കൂടിയാണിത്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം തന്നെ ഒമാനിലേക്ക് യാത്ര തിരിക്കും എന്നാണ് വിവരം. ഒമാനിൽ 2 ദിവസം അദ്ദേഹം തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒമാനുമായി ഇന്ത്യക്കുള്ള
70 വർഷത്തെ ഒരു സഹകരണം, അതിൻ്റെ 70ാം വാർഷികത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഒമാനിലെത്തുന്നത്. അവിടുത്തെ സുൽത്താനുമായിട്ടൊക്കെ സന്ദർശനം നടത്തി പുതിയ തരത്തിലുള്ള സഹകരണം, അതിൻ്റെ കരാറുകൾ കൂടി അദ്ദേഹം ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം. ശരി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, സുരക്ഷ, വാണിജ്യം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ചർച്ച നടന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ജയശങ്കറിന്റെ ടെലവീവ് സന്ദർശനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. രണ്ടുപേരും ആഭ്യന്തര അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ആശംസകൾ അറിയിച്ചു. ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണത്തെ ജയശങ്കർ ശക്തമായി അപലപിച്ചു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. നാഷണൽ ഹെറാൾഡ് കേസിലെ കോടതി വിധിക്ക് പിന്നാലെ ഇഡിക്കും കേന്ദ്രത്തിനുമെതിരെ പാർലമെന്റിന് മുന്നിൽ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം. സത്യമേവ ജയതേ എന്നെഴുതിയ ബാനർ ഉയർത്തിയാണ് എംപിമാർ പ്രതിഷേധിച്ചത്. വിധി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജിവെക്കണമെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം ഇന്നലെയാണ് ഡൽഹിയിലെ PMLA കോടതി തള്ളിയത്. को हम वेलकम करते हैं और न्याय सदा हमेशा की जो सत्य की हमेशा जीत होती है, इसीलिए मैं इस जजमेंट का स्वागत करता हूं. जो इसके लिए मेहनत करे हमारे लोग, उनको भी मैं अभिनंदन उनका भी करता हूं. और आप लोग इतने ठंडी में आए, आपको भी धन्यवाद. थैंक यू. കൊച്ചിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയത്. കഴിഞ്ഞ 5 ദിവസമായി നഗരത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നു. മെട്രോ പില്ലർ പൈലിംഗിന്റെ അശാസ്ത്രീയതയാണ് പൈപ്പ് തകരാൻ കാരണമെന്നാണ് പരാതി. കൊച്ചി നഗരത്തിലെ വലിയൊരു മേഖലയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു അവസാനഘട്ട ശ്രമങ്ങളാണ്. കലൂർ സ്റ്റേഡിയം പരിസരത്താണ് ഇതിൽ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പില്ലറുകൾ താഴ്ത്തുമ്പോൾ അത് കുടിവെള്ള പൈപ്പുകൾക്ക് താഴെ കൂടി പോകുന്ന കുടിവെള്ള വിതരണ പൈപ്പുകൾക്ക് മുകളിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര അശാസ്ത്രീയമായാണ് കൊച്ചി മെട്രോ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. താഴെ പോകുന്ന പൈപ്പുകൾ, കുടിവെള്ള വിതരണ പൈപ്പുകൾ, ഇതിൻ്റെ വ്യക്തമായ രൂപരേഖ എല്ലാം തന്നെ ഈ വാട്ടർ അതോറിറ്റി അധികൃതർ KMRലടക്കം കൈമാറിയിരുന്നതായാണ് പറയുന്നത്. എന്നിട്ടും ആ കുടിവെള്ള പൈപ്പിന് മുകളിലേക്കായിരുന്നു പില്ലറുകൾ അടിച്ചു താഴ്ത്തി സിമൻ്റ് ഇട്ടത്. ഇത് ഇപ്പോൾ നേരിടുന്നൊരു വിഷയം, ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ അലൈൻമെൻറ്റിൽ പലയിടത്ത് ഇനി എത്ര എടുത്ത് ഇതുപോലെ പൊട്ടും, എത്ര ദിവസം നഗരവാസികൾ ഈ കുടിവെള്ളം നിലച്ച് മറ്റ് മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ഘട്ടം. കാരണം ഈ മെട്രോ നിർമ്മാണം അടക്കം നീണ്ടുപോവുകയാണ്. നമുക്കൊപ്പം പരിസരത്തുള്ളവർ ചേരുന്നതോടൊപ്പം VK മിനിമോൾ ചേരുന്നു, കൗൺസിലറാണ്. ഇത് ഒരു തീർത്തും അശാസ്ത്രീയമെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. തീർത്തും അശാസ്ത്രീയമായ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു പ്രിപ്പറേറ്ററി വർക്കും ഇല്ലാതെയാണ് ഈ സ്ട്രെച്ചിലുള്ള മെട്രോ ലൈൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇതേ പൈപ്പ് പൊട്ടുന്നത്. 1960 ഇട്ടെന്ന് പറയുന്ന ഈ പൈപ്പ് 4 പ്രാവശ്യം ജോയിൻ്റ് അടിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വാൽവ് തുറന്ന് കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ശാശ്വതമല്ല. അടുത്ത പൈലിടുമ്പോൾ ആ പൈലിൻ്റെ നേരെ അടിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും എപ്പോൾ വേണമെങ്കിലും അടുത്ത പൈപ്പ് പൊട്ടിയാൽ 4 ദിവസവും 3 ദിവസവും കഴിഞ്ഞിട്ടാണ് വെള്ളം പുനഃസ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഇവിടെ സമരം, പ്രതിഷേധമടക്കം ഉണ്ടായിരുന്നു. ഈ പരിസരത്തെ റോഡുകളടക്കം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയിലേക്ക് പോയിരുന്നു. അതിനിടയിലാണ് ഈ രീതിയിൽ ഇവിടെ കുഴിയെടുക്കുമ്പോഴാണ് ഇത്രയ്ക്കധികം പൈപ്പ് പൊട്ടിയതായിട്ട് കാണുന്നത്. ഇപ്പൊ സമീപത്തുള്ള മറ്റു ചെറിയ പൈപ്പുകളും പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോ 12 ഇഞ്ച് പൈപ്പാണ് മെയിനായിട്ട് പൊട്ടിയിരിക്കുന്നത്. ഇതിന്റെ സമീപത്ത് കൂടി 4 ഇഞ്ച് പൈപ്പും 6 ഇഞ്ച് പൈപ്പും ഒക്കെ വേറെ പോകുന്നുണ്ട്. ആ പൈപ്പുകളാണ് വീടുകളിലേക്കുള്ള ഓരോ ലൈനിലേക്കും വെള്ളം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 4 ഇഞ്ച് പൈപ്പുകളൊക്കെ ഇപ്പോഴും പൊട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ആ വർക്കുകൾ തുടങ്ങാൻ പോലും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വീടുകളിലേക്ക് എപ്പോൾ വെള്ളം വരുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. എന്നാലും ദൂര സ്ഥലങ്ങളിൽ, അതായത് ചേരാനല്ലൂർ, തമ്മനം,
പാലാരിവട്ടം ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം കിട്ടും. മറ്റു വലിയൊരു ഭാഗം ഇപ്പോഴും വലിയൊരു ഭാഗം ഇനിയും ഈ 4 ഇഞ്ചും 6 ഇഞ്ചും വരുന്ന ചെറിയ ചെറിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കൊച്ചി നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലായി ഈ പൈപ്പ് പൊട്ടുന്നത് പതിവ് സംഭവം. 7 ദിവസമായിട്ട് വെള്ളമില്ല. ഈ മെട്രോയുടെ അനാസ്ഥയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെട്രോയുടെ ഫില്ലറിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ പൈപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ആരും ഒന്ന് അന്വേഷിക്കുന്നില്ല? മെട്രോയുടെ ഫില്ലറിന്റെ അകത്താണ് ഈ പൈപ്പ് കിടക്കുന്നത്. അത് മീഡിയക്ക് ശരിക്കും കാണാം, നമുക്ക് കാണാവുന്ന. കാരണം വീടുകളിലൊക്കെ എത്ര ദിവസം ഇപ്പോൾ മുടങ്ങിയിട്ട് ഇപ്പോൾ 7 ദിവസമായിട്ട് വെള്ളമില്ല. 7 ദിവസമായിട്ട് വെള്ളമില്ല. ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന്. എന്തായാലും വാട്ടർ അതോറിറ്റി അധികൃതർ കൂടി ചേരുന്നുണ്ട്. നമ്മൾ വ്യക്തമായ ഒരു രേഖകളെല്ലാം കൈമാറിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്തായാലും ജല അതോറിറ്റി അധികൃതരുണ്ട്. പൈപ്പ് കുടിവെള്ള വിതരണം അടക്കം പുനഃസ്ഥാപിക്കുന്നു. മാഡം, കുടിവെള്ളം ഇന്ന് പുനഃസ്ഥാപിക്കും? വാൽവ് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂറിൽ നമ്മൾ ഫുൾ ലോഡ് ചാർജ് ചെയ്യും. അവരുടെ പരിമിതികളിൽ നിന്നാണ് പ്രതികരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ വൈകാതെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് എത്ര ദിവസം ഈ ഒരു ദുരിതം ജനങ്ങൾ സഹിക്കേണ്ടി വരും എന്നത് തന്നെയാണ്. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴും ഈ രീതിയിലുള്ള അശാസ്ത്രീയത, കാരണം ഈ അലൈൻമെൻറ്റുകൾ നിശ്ചയിക്കുമ്പോൾ, കാരണം ഇതിന് താഴെ കുടിവെള്ള വിതരണ പൈപ്പുകളുണ്ട്. നഗരവാസികളുടെ കുടിവെള്ള വിതരണം മുട്ടിക്കാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് അധികൃതർ വ്യക്തമായ പദ്ധതികളോടുകൂടി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കൊച്ചി നഗരവാസികൾക്ക് ദുരിതം തന്നെയായിരിക്കും. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഐബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബ്രാൻഡ് അംബാസഡറായി കല്യാണി പ്രിയദർശനെ പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഐബിസ് ഔദ്യോഗികമായി കല്യാണിയെ ആദ്യത്തെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചത്. ഐബിസിനെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുഖമാണ് കല്യാണിയെന്ന് അധികൃതർ പറഞ്ഞു. ഐബിസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കല്യാണി പ്രിയദർശനും അറിയിച്ചു. രാജ്യത്തെ കൂടുതൽ നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഐബിസ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് ഐബിസ് ലക്ഷ്യമിടുന്നത്. സ്റ്റഡി എബ്രോഡ് രംഗത്ത് ശ്രദ്ധേയരായ ദിലീപ് ആർക്കേസ് സ്റ്റഡി എബ്രോഡ് ഇൻഫർമേറ്റീവ് ക്യാമ്പയിൻ സീരീസ് ലോഞ്ച് ചെയ്തു. വിദേശ വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകൾ ഇന്ത്യൻ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ആർക്കേസ് സ്റ്റഡി എബ്രോഡ് സിഇഒ ദിലീപ് രാധാകൃഷ്ണൻ, സംവിധായകൻ രഞ്ജി പണിക്കർ എന്നിവരെ അണിനിരത്തി ജിസ് ജോയാണ് ക്യാമ്പയിൻ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ വിദേശ പഠനം സാധ്യമാക്കാൻ കഴിയുമെന്നാണ് ആർക്കേസ് സ്റ്റഡി എബ്രോഡ് അധികൃതർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന അത്രയും പോലും കോസ്റ്റ് ഇല്ലാതെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് പഠിക്കാൻ സാധിക്കും. അതായത് എഞ്ചിനീയറിംഗ് കുട്ടികൾ 3-4 ലക്ഷമൊക്കെ ഒരു വർഷം ചെലവ് ചെയ്യുമ്പോൾ വെറും 1-1.5 ലക്ഷം രൂപ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്, പല സ്കോളർഷിപ്പുകളുണ്ട്. ഈ അവയർനെസ് ഇല്ലാതെ കൊണ്ടാണ് നമുക്ക് പല ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷനിലേക്ക് പഠിക്കാൻ പോയിട്ട് വലിയ പ്രശ്നങ്ങളിലെത്തിയത്. അതിനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിൽ ഓരോ എക്കണോമിക്കലായിട്ട് പഠിക്കാവുന്ന നല്ല ഗ്ലോബൽ റാങ്കുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അത് ഏതൊക്കെ രാജ്യങ്ങളുണ്ട് എന്നത് എല്ലാ വർഷങ്ങളിലും പുതിയ പുതിയ രാജ്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വിദേശ വിദ്യാഭ്യാസം ഒരു കെണിയല്ല, മറിച്ച് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു വലിയൊരു ഇഷ്യൂയിലേക്ക് നയിക്കില്ല എന്ന് മാത്രമല്ല നല്ലൊരു കരിയർ കൂടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,330, പവന് 98,640. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,200, പവന് 81,600. വെള്ളി ഗ്രാമിന് 210, കിലോയ്ക്ക് 2,10,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ്.